സാർ ഇവിടെ പല പല കണക്കുകൾ പറഞ്ഞു, പലപ്പോഴും ആവർത്തിച്ചുള്ളതാണ്, ഞാൻ പറയുന്നില്ല. ഇത് ഹൃദയമില്ലാത്തൊരു സർക്കാരാണെന്ന് പറഞ്ഞു. സാർ UDF കാലത്ത് കാർഡിയാക് പ്രൊസീജിയറിന് പണം കൊടുക്കാതിരുന്നിട്ടേ ഇല്ല, ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ശരിയാണ്, അന്ന് അത്ര വിഷമം ഉണ്ടായിട്ടില്ല, കാരണം കാത്ത് ലാബുകൾ ഉണ്ടായിരുന്നില്ല. UDFിൻ്റെ കാലത്ത് കാത്ത് ലാബുകൾ ഉണ്ടെങ്കിലല്ലേ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ഉള്ളൂ. ഇപ്പം എന്നോട് രാജൻ മിനിസ്റ്റർ പറയാണ്, പിന്നെ തൃശ്ശൂർ ആശുപത്രിയിൽ മാത്രം, ഈ ഗവൺമെൻറ് ജനറൽ ആശുപത്രി മാത്രം 4000 ഹാർട്ട് ഓപ്പറേഷൻ ആണ് അവിടെ നടത്തിയത്. എത്ര മെഡിക്കൽ കോളേജ് എല്ലാം ഉദ്ഘാടനം ചെയ്തു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തിട്ട് അവിടെ ക്ലിനിക്കൽ പരിശോധന നടത്താൻ വേണ്ടി ഒന്നാം പിണറായി സർക്കാർ വരേണ്ടി വന്നു. അന്ന് ശൈലജ ടീച്ചറാണ് അന്ന് പിന്നെ ആരോഗ്യമന്ത്രി, ഞാൻ CPMൻ്റെ ജില്ലാ സെക്രട്ടറി എന്നതിൽ എനിക്കറിയാം. അവിടെ ചികിത്സ തുടങ്ങിയത് അപ്പോഴാണ്. ഉദ്ഘാടനമൊക്കെ നേരത്തെ ചെയ്തു, പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം നേരത്തെ ചെയ്തു. പക്ഷേ ചികിത്സ, ഒരു സ്റ്റെതസ്കോപ്പും പ്രഷർ നോക്കാനുള്ള യന്ത്രവും കൂടെ വന്നിട്ടൊരു ഡോക്ടർ വന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്താണ്. ഇപ്പം അതുകൊണ്ട് കാസർഗോഡും വയനാടും എല്ലാം കൊടുത്തല്ലോ. ഉദ്ഘാടനം ചെയ്യൽ മാത്രമല്ല, മഞ്ചേരിയിൽ ഇപ്പോൾ ഇടയ്ക്ക് ബഹളം ഉണ്ടാക്കിയല്ലോ. മഞ്ചേരിയിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും നമ്മളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഓരോ സ്ഥലത്തേക്ക് എത്ര പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, നഴ്സിംഗ് കോളേജ് എത്ര വരുന്നുണ്ട്, എല്ലാം ധനകാര്യ വകുപ്പിന് കാണാതിരിക്കാൻ പറ്റത്തില്ല. എത്ര പോസ്റ്റ് ഓരോ സ്ഥലത്തേക്ക് വരുന്നത്, എല്ലാ സ്ഥലത്തും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ. അതുകൊണ്ട് ഈ നേരത്തെ അന്ന് കാത്ത് ലാബുകൾ ആകെ ഉണ്ടായിരുന്ന മെഡിക്കൽ കോളേജ് എല്ലാം കൂടെ പിന്നെ 5 എണ്ണമാണ് സാർ. ഈ സർക്കാർ വന്നതിന് ശേഷം എല്ലാ സ്ഥലത്തും 7 കാത്ത് ലാബ് പുതുതായിട്ട് തുടങ്ങി സാർ. ധാരാളം ഇപ്പം നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഹാർട്ടിൻ്റെയും മറ്റും ചികിത്സ നടക്കുന്നത് കോട്ടയത്തും തിരുവനന്തപുരത്തും കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് സാർ. അതുകൊണ്ട് ഈ സർക്കാരിന് ഹൃദയമില്ല എന്നല്ല സാർ, ഹൃദയപൂർവ്വം ആളുകളെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് സാർ. സാർ ഐ ഡോണ്ട് കെയർ എന്നല്ല സാർ ഈ സർക്കാരിൻ്റെ സമീപനം. ഐ ഡോണ്ട് കെയർ എന്നല്ല, വി കെയർ. എല്ലാവരെയും ഞങ്ങൾ കാര്യം നോക്കും, എല്ലാവരുടെയും കാര്യം നോക്കുന്ന സർക്കാരാണ് സാർ ഇത്. സാർ അദ്ദേഹം പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് ആളുകളുടെ ഹൃദയം കവർന്ന, അതുകൊണ്ടാണ് സാർ ആളുകളുടെ പിന്തുണ കിട്ടുന്നത്. അതുകൊണ്ടാണ് സാർ കഴിഞ്ഞ ഗവൺമെൻറ് ഒന്നാം പിണറായി സർക്കാർ ധാരാളം കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. അന്ന് നിങ്ങളെന്താ പറഞ്ഞേ? ഞങ്ങൾ ഒന്നാം ലൈഫ് പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നില്ല, നിർത്തും. ഞങ്ങൾ ശമ്പള പരിഷ്കരണം പുനഃസംഘടിപ്പിക്കും, ഞങ്ങൾ ഈ കിഫ്ബി ഇല്ലാതാക്കുന്ന കാര്യമല്ലാതെ ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾ പറഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വന്നാൽ എല്ലാം നടപ്പിലാക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ വന്നത്. ഇനിയിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ബുദ്ധിമുട്ടിനിടയിലും മാനേജ് ചെയ്യുന്ന ഈ സർക്കാരിന് കഴിയും എന്ന് ആളുകൾ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നത്. വെറുതെ പറയുന്നതല്ല സാർ. ഇവിടെ എന്ത് ചെയ്തു, വയനാട്ടിൽ എന്ത് ചെയ്തു, മറ്റിടത്ത് ചെയ്തു എന്ന് ചോദിച്ചല്ലോ സാർ. ഈ പണം തരാതെ ഇവിടെ പറഞ്ഞു, വളരെ പിന്നെ വല്ലാതെ കളിയാക്കിയിട്ടാണ് സർക്കാരിനെ മോശപ്പെടുത്തിയിട്ടാണ് പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞത്. ഇങ്ങനെ വേഷമൊക്കെ കെട്ടി നടക്കും, ഒന്നുമില്ല, ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കരിവള ഇട്ട് നടക്കാൻ മോഹം, അരിമണി ഇട്ട് കുറിക്കാനില്ല എന്നുള്ള പാട്ടങ്ങ് പാടില്ലെന്നേ ഉള്ളൂ സാർ. ഈ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് എവിടെയാണ് സാർ അടിസ്ഥാന സൗകര്യത്തിനുൾപ്പെടെ? വിഴിഞ്ഞം തുറമുഖം ഈ സർക്കാർ അല്ലായിരുന്നെങ്കിൽ വിഴിഞ്ഞം എന്ന് പറയുന്ന തുറമുഖം കേരളത്തിൽ ഉണ്ടാകുമായിരുന്നോ സാർ? ഞാൻ പറയുന്നത് കോഴിക്കോട് എയർപോർട്ട് ഉൾപ്പെടെ, എറണാകുളത്തെ ഉൾപ്പെടെ, കണ്ണൂർ ഉൾപ്പെടെ, തിരുവനന്തപുരം ഉൾപ്പെടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കുകയും റോഡും പാലവും എല്ലാം പറഞ്ഞു. ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ നേരത്തെ ചോദിച്ചു തുടങ്ങിയ സമയത്ത് സാർ, തുടങ്ങുന്ന സമയത്ത് ഇവിടെ ചോദിച്ചതെന്താ? നിങ്ങൾ ട്രംപാണ് കാരണം, ട്രംപിനെയൊക്കെ കുറ്റം പറയാം, ട്രംപിൻ്റെ കാരണം ഉൾപ്പെടെ സംസാരിക്കേണ്ടതാണ് സാർ. ഇവിടെ ശ്രീ മാത്യു MLA സംസാരിച്ച് പറഞ്ഞു ട്രംപിൻ്റെ കാര്യം. സാർ ട്രംപിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യണം. ഞാനത് പറയുന്നതെന്ന് വെച്ചാൽ, ഈ സഭയിൽ ആദ്യ വർഷം കേരളത്തിലെ വിദ്യാർത്ഥികൾ മൊത്തം പുറത്തേക്ക് ഒഴുകിപ്പോവാണ്, കേരളത്തിലെ വിദ്യാഭ്യാസം മോശമാണെന്ന് പരസ്യമായി പറഞ്ഞ് അതിൻ്റെ ധാരാളം റീലുകൾ വന്നല്ലോ. അന്ന് ഞങ്ങൾ പറഞ്ഞു, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇവിടെ ഉണ്ട്, കേരളത്തിലെ വിദ്യാഭ്യാസം അത്ര മോശമല്ല എന്ന് മാത്രമല്ല, ലോകമാകെ നമ്മളെ വെല്ലുവിളിക്കുമ്പോൾ ഈ നാട്ടിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം, ഈ നാട്ടിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടണം. കേരളത്തിലെ ജനസംഖ്യാ രംഗത്ത് വരുന്ന പുതിയ പ്രതിഭാസങ്ങൾ കൊണ്ട് അതെന്ന് പറഞ്ഞാൽ ജപ്പാനിലെ 1.3 അടുത്തേക്ക് കേരളത്തിലെ 1.4 പോപ്പുലേഷൻ്റെ ഈ കുറയുന്ന സ്വഭാവം വന്നിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ, കേരളത്തിലെ ഗവേഷണ കേന്ദ്രങ്ങൾ, കേരളത്തിലെ ഉൽപ്പാദന കേന്ദ്രങ്ങൾ എല്ലാം ശക്തിപ്പെടുത്തണമെന്ന് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ എന്താ? ഇംഗ്ലണ്ടിൽ ഉൾപ്പെടെ, ഇംഗ്ലണ്ട് സാധാരണ ഈ വർണ്ണവെറിയും വംശീയവറിയും ഇത്രയില്ല, അവിടെ പോലും ഇന്ത്യക്കാരെന്നല്ല ലോകത്തുനിന്ന് അവിടെ ചെന്നേക്കുന്ന കുടിയേറ്റക്കാരെ പുറത്താക്കാൻ വേണ്ടിയുള്ള സമരം നടക്കുക. ഇപ്പോൾ പഴയതുപോലെ ആൾ പുറത്തോട്ട് പോകുന്നില്ല. പണ്ടൊക്കെ വിദ്യാഭ്യാസം അതിനൊപ്പം ജോലിക്ക് വേണ്ടിയാണ് പോയത്, ജോലിക്കാണ് പ്രധാനമായിട്ട് പോയത്. പക്ഷേ നമ്മുടെ നാട്ടിൽ അടിസ്ഥാന സൗകര്യം, അവിടെയാണ് വ്യവസായ മന്ത്രി നേരത്തെ പറഞ്ഞല്ലോ പുതിയ സംരംഭങ്ങൾ, വെറുതെ അല്ല പുതിയ സംരംഭങ്ങൾ സാർ, ധാരാളം സംരംഭങ്ങൾ വരുന്നില്ലേ? അവിടെയാണ് വിഴിഞ്ഞത്തിൻ്റെയും റോഡിൻ്റെയും റെയിൽവേയുടെ എല്ലാം കാര്യം ഞാൻ പറഞ്ഞത്, ഓരോ പുതിയ സ്ഥാപനങ്ങൾ
സാർ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ വെറുതെ വാചകം അടിച്ച് പോകാനല്ല, അതുകൊണ്ട് ആ തരത്തിൽ പറയാനേ അല്ല ഈ കാര്യങ്ങൾ പറയുന്നത്. അത് ഒരുമിച്ച് ഈ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സാർ ഇവിടെ ഈ ജലജീവൻ മിഷനെ പറ്റി ഒരു കാര്യം അങ്ങ് ഇവിടെ പറയുകയുണ്ടായി. അതിനകത്ത് കേന്ദ്രത്തിൻ്റെ പണം തിരിമറി നടത്തിയെന്നൊരു അഭിപ്രായം അങ്ങ് പറഞ്ഞു. അത് പിൻവലിക്കേണ്ടതാണ് സാർ, രേഖ കാണേണ്ടതാണ്. പിന്നെ വേണമെന്നാണ് അങ്ങയുടെ അഭിപ്രായം ഇരുന്നോട്ടെ, ഞാൻ ആ സമയത്ത് ഇടിച്ചില്ലെന്നേ ഉള്ളൂ. അല്ല, ഇവിടെ പറഞ്ഞു, ഞാൻ അതുപോലെ എഴുതിയതാ. അപ്പം ഞാനത് പറയാൻ പോകുന്നത്, അദ്ദേഹം പറയുന്നെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ സാർ 40,000 കോടിയുടെ പദ്ധതിയാണ് ഈ കേന്ദ്രത്തിൻ്റെ പദ്ധതി. വാസ്തവത്തിൽ അത്രയും വലിയ പദ്ധതി അവരുടെ ഈ രീതികളെ പറ്റിയൊക്കെ എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അവർ ഇന്ത്യ മൊത്തം നടപ്പിലാക്കി പൈപ്പൊക്കെ ഇട്ടിട്ട് പണം ഇപ്പോൾ എവിടെയും കൊടുക്കുന്നില്ല. സാർ, കേരളത്തിനകത്ത് നമ്മൾ 500 കോടി നമ്മൾ മുടക്കുമ്പം 500 കോടി ഇവർ തരണം. ഇതാ കണക്ക്. നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ കൊടുത്തേക്കുന്ന 500 കോടി അഡ്വാൻസ് ചെയ്തിട്ട് അതിൻ്റെ കൂടി റീഇംബേഴ്സ്മെൻറ്റ് അത്രയും കൂടി തരാത്തതുകൊണ്ടാണ് പണി നിൽക്കുന്നത്. ഞങ്ങളതിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല. പക്ഷേ സാർ, പണം അവർ തരുന്നില്ല. കഴിഞ്ഞ ബഡ്ജറ്റിൽ ശ്രീമതി നിർമ്മലാ സീതാരാമൻ്റെ ബഡ്ജറ്റിൽ അവർ പറഞ്ഞു അടുത്തൊരു വർഷം കൂടി നീട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ക്യാബിനറ്റ് തീരുമാനം തന്നിട്ടില്ല. ഞങ്ങൾ 5,000 കോടി രൂപ ഇപ്പം നബാർഡ് വഴി ലോൺ എടുക്കാൻ തീരുമാനിച്ചു. കാരണം 5,000 കോടി എടുത്താൽ ഒരു 5,000 കോടി കൂടെ അവർ തരണം. 10,000 കോടിയുടെ പണി നടത്താം. കാരണം റോഡിലെല്ലാം പൊളിച്ചിട്ടേക്കുക. കേന്ദ്രത്തിൽ വിശ്വസിച്ച തിരിമറി എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് വിഷമകരമായൊരു കാര്യമാണെന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യം ഒരു പൈസയും വക മാറ്റിയിട്ടില്ല സാർ. ഞങ്ങൾ വക മാറ്റിയിട്ടില്ല. ഞങ്ങൾ പണം അധികം കൊടുത്തിരിക്കുന്നു. അതിൻ്റെ പണം ഇങ്ങോട്ട് കിട്ടിയാൽ ഞങ്ങൾക്കിപ്പോൾ 1000 കോടി സ്പെൻഡ് ചെയ്യാം. 500 കോടിയും കൂടി ഇങ്ങോട്ട് തരേണ്ടതാണ് സാർ. എന്തായാലും ആ പൈസ അവിടെ നിന്ന് കിട്ടേണ്ടതാണ്. ഞങ്ങളിപ്പോൾ ഈ എല്ലായിടത്തും ഒന്നും ചെയ്യാതെ എക്കണോമി മെഷേഴ്സും ഒക്കെ എടുത്ത് തന്നെയാണ്. ഇവിടെ ചില പോസ്റ്റുകളുടെ കാര്യം ഒന്ന് പറഞ്ഞു, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. സാർ, ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ 6 ലക്ഷം പേരാണ് 1ാം ക്ലാസ്സിൽ ചേർന്നത്. ഇപ്പം 3 ലക്ഷം പേര് താഴെയുള്ളൂ. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കണക്കനുസരിച്ച് 2,86,000 പേരെ ഈ വർഷം എയ്ഡഡ് അൺഎയ്ഡഡ് ഗവൺമെൻറ് ചേർന്നിട്ടുള്ളൂ. പക്ഷേ പോസ്റ്റുകളുള്ളത് കൊടുക്കും, യാതൊരു തർക്കവുമില്ല. ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് മുന്നിൽ നിലവിലുള്ള റെഗുലർ പോസ്റ്റ് വേണ്ടതിനൊന്നും തടസ്സം വരുന്നില്ല. ഈ റിസർവേഷൻ്റെ ഈ പറഞ്ഞ ഭിന്നശേഷി കുട്ടികളുടെ കാര്യം സുപ്രീം കോടതിയുടെ കാര്യം ഇവിടെ പറഞ്ഞു. അല്ലാതെ ആ കാര്യത്തിനകത്തൊന്നും ഒരു തടസ്സവും ഇല്ല. ഇപ്പോഴും PSC വഴി 3 ലക്ഷം പേരെയാണ് സാർ ഈ 9.5 വർഷം കൊണ്ട് 3 ലക്ഷം പേർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തൊരു സർക്കാരാണ് സാർ. ഒരു തടസ്സവും ആ കാര്യത്തിനകത്തില്ല. ജീവനക്കാരുടെ കാര്യത്തിനകത്ത് മറ്റൊരു ഇന്ത്യയിലാകെ 60% കേരളത്തിൽ എടുത്തെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ എടുക്കുന്നില്ലെന്നല്ലേ അർത്ഥം? അതല്ലേ അർത്ഥം? ഏത് സംസ്ഥാനങ്ങളിലാണ് ആളെ എടുക്കുന്നത്?